നാലാം ഘട്ട പോളിംഗ് നടന്ന 96-ൽ 42 സീറ്റുകൾ കൈവശമുണ്ടായിരുന്ന ബി ജെ പിക്ക് വലിയ നഷ്ടങ്ങളൊന്നുമില്ലാതെ കടന്നുകൂടാൻ കഴിയുമെന്നായിരുന്നു പോളിംഗിന് തൊട്ടു മുൻപുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകളെല്ലാം നൽകിയിരുന്ന സൂചന. പക്ഷെ പോളിംഗ് കഴിയുമ്പോൾ അതങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുകയാണ്. അതിനുള്ള പ്രധാന കാരണം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ ഈ നാലാം ഘട്ടത്തിൽ പോളിംഗ് നടന്ന 11 സീറ്റുകളിൽ 9 എണ്ണവും എൻ ഡി എയുടെ കൈവശമിരുന്നതാണ്. 7 എണ്ണം ബി ജെ പി വിജയിച്ചു, 2 എണ്ണം അന്ന് ഒരുമിച്ചു നിന്ന ശിവസേന വിജയിച്ചു. ഇത്തവണ പക്ഷേ ഈ 11-ൽ ചുരുങ്ങിയത് 7 എണ്ണം എൻ ഡി എക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ് എന്നതാണ് പോളിംഗിന് ശേഷമുള്ള ഡാറ്റകൾ നൽകുന്ന സൂചന. ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ ഒരു വലിയ വികാരം മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ 3 ഘട്ടങ്ങളിലും എന്ന പോലെ ഇക്കുറിയും സംഭവിച്ചിരിക്കുന്നുവെന്ന് മഹാരാഷ്ട്രയിലെ മന്ത്രിയും അജിത് പവാർ വിഭാഗത്തിൻ്റെ നേതാവുമായ ഛഗൻ ഭുജ്പൽ നേരത്തെ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്ന കാര്യം നാം മറന്നുപോകരുത്. മോദി തരംഗമില്ല, 400 എന്ന മോദിയുടെ മുദ്രാവാക്യം മഹാരാഷ്ട്രയിൽ തിരിച്ചടിക്കുന്നുണ്ട്. അത് ദുർബല വിഭാഗങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഇവിടെ തരംഗമുണ്ടായിരിക്കുന്നത് ശരത് പവാറിനും ഉദ്ധവ് താക്കറേക്കും അനുകൂലമായ സഹതാപ വികാരത്തിൻ്റെ ഭാഗമായി ഉണ്ടായ തരംഗമാണ് എന്നുള്ളത്. അത് ശരിവയ്ക്കുന്നതാണ് ഈ 11 സീറ്റുകളിലെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ, പോളിംഗിന് ശേഷമുള്ളവ നൽകുന്ന സൂചനകളെല്ലാം. ഉദ്ധവ് താക്കറെയുടെ ശിവസേന 3 സീറ്റിലും ശരത് പവാറിൻ്റെ എൻ സി പിയും കോൺഗ്രസും 2 സീറ്റുകളിൽ വീതവും ഈ 11-ൽ 100% വിജയം ഉറപ്പിക്കുകയാണ്. മറ്റൊരു സീറ്റിൽ ഉദ്ധവ് താക്കറെയുടെ ശിവസേന ഒരു 50-50 ചാൻസിൽ ഒരു നേരിയ എഡ്ജുമായി മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ വന്നാൽ 8. ബി ജെ പിക്കും സഖ്യകക്ഷികൾക്കും കൂടി 3 സീറ്റുകൾ മാത്രമേ ഈ ഘട്ടത്തിൽ ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ എന്നതാണ്. ഈ 4-ാം ഘട്ടം കൂടി കഴിയുമ്പോൾ മഹാരാഷ്ട്രയിലെ 35 സീറ്റുകളിലെ പോളിംഗ് പൂർത്തിയായി. ചുരുങ്ങിയത് 18-19 സീറ്റുകളിൽ ഇപ്പോൾ തന്നെ ഇന്ത്യ സഖ്യത്തിന് മുൻതൂക്കമുണ്ട് എന്ന വിലയിരുത്തലുകൾ ഉണ്ടാവുകയാണ്. ഇനിയുള്ള 13-ൽ ഒരു 5 എണ്ണം കൂടി നേടിയാൽ പകുതി സീറ്റുകളിലേക്ക് അവർക്ക് എത്താനാകുന്ന സാഹചര്യം. കഴിഞ്ഞ തവണ 41 നേടിയത് എൻ ഡി എ ആണ്, 7 എണ്ണം മാത്രമാണ് മറുചേരിയിൽ ഉണ്ടായിരുന്നത്. ഇത്തവണ ബി ജെ പിക്ക് ഈ പറയുന്ന 11 സീറ്റുകളിൽ ബി ജെ പി 7 എണ്ണത്തിലാണ് മത്സരിച്ചത്. ബാക്കി 3 എണ്ണം ഏകനാഥ് ഷിൻഡെയുടെ ശിവസേനയും 1 എണ്ണം എൻ സി പി അജിത് പവാർ വിഭാഗവും മത്സരിച്ചു. ഇതിൽ ബി ജെ പിക്ക് തന്നെ 3 സീറ്റുകൾ നഷ്ടമാകുമെന്നുള്ളതാണ്. കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് ഏറ്റുമുട്ടിയ 2 മണ്ഡലങ്ങൾ, നന്ദൂർബറും ജൽനയും. അവിടെ കോൺഗ്രസിന് അനുകൂലമായ ഒരു വലിയ വികാരമുണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പോസ്റ്റ് പോൾ അനാലിസിസുകളെല്ലാം നൽകുന്ന സൂചന. ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും ഷിൻഡെയുടെ ശിവസേനയും തമ്മിൽ ഏറ്റുമുട്ടിയ മണ്ഡലങ്ങളുണ്ട്. ആ 3 മണ്ഡലങ്ങളിൽ അനുകൂലമായ വികാരം ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്കാണ് മുൻതൂക്കം നൽകിയിരിക്കുന്നത് എന്നതാണ്. അത് ഷിർദിയും ഔറംഗാബാദും മാവലുമാണ്. അതോടൊപ്പം ബി ജെ പിയുമായി ഏറ്റുമുട്ടിയ ജൽഗാവോൺ, അവിടെയാണ് ഒരു 50-50 ചാൻസിൽ കാര്യങ്ങൾ നിൽക്കുന്നത്. ഒരുപക്ഷെ ഉദ്ധവിൻ്റെ ശിവസേന സ്ഥാനാർത്ഥി വിജയിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്നതാണ് ഈ ജൽഗാവോണിൽ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. എൻ സി പിയിലെ 2 വിഭാഗങ്ങൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സീറ്റായിരുന്നു ഈ 11 എണ്ണത്തിൽ ഉണ്ടായിരുന്നത്. അത് ഷിരൂറാണ്. അവിടെ എൻ സി പി ശരത് പവാർ വിഭാഗം സുരക്ഷിതമായി വിജയിക്കും എന്നാണ് പോളിംഗിന് ശേഷമുള്ള അനാലിസിസുകൾ വ്യക്തമാക്കുന്നത്. മറ്റൊരു എൻ സി പി ശരത് പവാർ വിഭാഗം പ്രതീക്ഷ അർപ്പിക്കുന്ന സീറ്റ് ബീഡാണ്. അവിടെ പഴയ ബി ജെ പി നേതാവ് ഗോപിനാഥ് മുണ്ടയുടെ മകൾ പങ്കജ മുണ്ടയാണ് ബി ജെ പി സ്ഥാനാർത്ഥി. അവരുടെ സഹോദരിയെ മാറ്റിയിട്ടാണ് അവിടെ പങ്കജ മുണ്ടയ്ക്ക് ഇപ്പോൾ സീറ്റ് കൊടുത്തത്. എന്തായാലും അവിടെ എൻ സി പി ശരത് പവാർ വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിക്ക് വിജയിക്കാനുള്ള ഒരു സാഹചര്യം, ചുരുങ്ങിയത് ഒരു 30,000 വോട്ടിൻ്റെയെങ്കിലും ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാകും എന്നാണ് അവിടെ നിന്നുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ വിലയിരുത്തലുകളെല്ലാം നൽകുന്ന സൂചന. അങ്ങനെ വരുമ്പോൾ 7 സീറ്റുകൾ. ഇനി പശ്ചിമ ബംഗാളിലേക്ക് വന്നാൽ, പശ്ചിമ ബംഗാളിൽ ബി ജെ പിക്ക് ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ 1 സീറ്റ് അധികം നേടാൻ സാധിക്കുമെന്നായിരുന്നു നമ്മൾ ഈ ഫൈനൽ ലാപ്പിൽ നടത്തിയ അനാലിസിസിൽ വ്യക്തമായ കാര്യം. പക്ഷേ അത് അങ്ങനെയല്ല എന്ന് പോളിംഗിന് ശേഷമുള്ള കണക്കുകൾ സൂചിപ്പിക്കുകയാണ്. ബി ജെ പിയുടെ കൈവശം ഇത്തവണ പോളിംഗ് നടന്ന 8 എണ്ണത്തിൽ 2 എണ്ണമാണ് ഉണ്ടായിരുന്നത്. 1 എണ്ണം കോൺഗ്രസിനും 5 എണ്ണം തൃണമൂൽ കോൺഗ്രസിനുമായിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് മത്സരിക്കുന്ന ബഹ്റാംപൂർ പോലും തൃണമൂൽ കോൺഗ്രസിന് ഒരു എഡ്ജുണ്ട് എന്ന നിലയിലാണ് കാര്യങ്ങൾ. റാണാഘട്ടും ബർധമാൻ ദുർഗാപൂറുമായിരുന്നു ബി ജെ പിയുടെ കൈവശമുണ്ടായിരുന്ന സീറ്റുകൾ. അതിൽ ബർധമാൻ ദുർഗാപൂരിൽ ബി ജെ പിയുടെ പരാജയം 100% ഉറപ്പാണ്. അവരുടെ മുതിർന്ന നേതാവ് ദിലീപ് ഘോഷാണ് അവിടെ മത്സരിക്കുന്നത്. പക്ഷേ അദ്ദേഹം പരാജയപ്പെടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. കാരണം മമതാ ബാനർജിയുടെ
അപ്പുറത്ത് നിൽക്കുന്ന ശത്രുക്കളുടെ പട്ടികയിൽ മുൻഗണനയിലുള്ള ആളാണ് ഈ ദിലീപ് ഘോഷ് എന്ന് പറയുന്നത്. അപ്പോൾ അയാളെ തോൽപ്പിക്കുക എന്നുള്ളത് മമതയുടെ ഒരു പ്രത്യേക അജണ്ട കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ മികച്ച ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചു. കീർത്തി ആസാദിനെ പോലെ ഒരാളെ അവിടെ ഇറക്കി മത്സരം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ സാധിച്ചു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. BJP പിന്നെ പ്രതീക്ഷ വച്ചിരുന്ന കൃഷ്ണനഗർ മഹുവ മൈത്ര മത്സരിക്കുന്ന സീറ്റ്, അവിടെ ഒരു രാജകുടുംബാംഗത്തെ സ്ഥാനാർത്ഥിയാക്കി അമൃത റോയിയെ സ്ഥാനാർത്ഥിയാക്കി BJP പോരാട്ടം കടുപ്പിച്ചുവെങ്കിലും അന്തിമ വിശകലനത്തിൽ മഹുവ മൈത്രയ്ക്ക് ഭീഷണിയില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അപ്പോൾ കയ്യിലിരുന്ന ബർദമാൻ ദുർഗാപൂർ പോകാനുള്ള ഒരു സാധ്യത. അങ്ങനെ വന്നാൽ തൃണമൂൽ കോൺഗ്രസിന് 6 സീറ്റുകൾ, BJPക്കും കോൺഗ്രസിനും ഓരോ സീറ്റ് എന്നതാണ്. അതും കോൺഗ്രസിൻ്റെ സീറ്റിൻ്റെ കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. ഒരു നേരിയ എഡ്ജ് കോൺഗ്രസിനുണ്ട് എന്നുള്ളത് മാത്രമാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചനകളിലുള്ളത്. അപ്പോൾ ബംഗാളിലും പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്ന അവസ്ഥയിലേക്ക് BJP മാറുകയാണ്. മഹാരാഷ്ട്രയിൽ ഈ 4 ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ 35 സീറ്റുകളിലെ പോളിംഗ് പൂർത്തിയാകുമ്പോൾ BJPക്ക് കഴിഞ്ഞ തവണ വലിയ സംഭാവന നൽകിയ ഒരു സംസ്ഥാനം അവരെ വലിയ തോതിൽ കൈയൊഴിയുന്നു എന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരന്തരം മഹാരാഷ്ട്രയിൽ സന്ദർശനം നടത്തുന്നതും ഈ ഭയം കൊണ്ട് തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണ 2 or 3 വട്ടമാണ് മഹാരാഷ്ട്രയിൽ ആകെ കറങ്ങിപ്പോയത്. കാരണം അവിടെ സേഫ് ആയിരുന്നു. ശിവസേനയുടെ വോട്ട് പൂർണ്ണമായും തങ്ങൾക്ക് വരുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഇക്കുറി ഈ ശിവസേന ഏകനാഥ് ഷിൻഡെ വിഭാഗവും അജിത് പവാറിൻ്റെ NCPയും BJPയുമായി സഖ്യത്തിലേർപ്പെട്ടതുകൊണ്ട് വോട്ടുകളുടെ ഷിഫ്റ്റ് സംഭവിക്കുന്നില്ല. അണികൾ ബഹുഭൂരിഭാഗവും ശരത് പവാറിനോടും ഉദ്ധവ് താക്കറേക്കും ഒപ്പമാണ്. നേതാക്കന്മാർ മാത്രമാണ് അപ്പുറത്തുള്ളത്. അവർക്ക് ഈ വോട്ട് ഷിഫ്റ്റ് പൂർണ്ണമായി BJPയിലേക്ക് കൊണ്ടുവരാനും തിരിച്ച് BJPയിൽ നിന്ന് ആ ഷിഫ്റ്റ് ഈ സഖ്യകക്ഷികൾ മത്സരിക്കുന്ന സീറ്റുകളിലേക്ക് കൊണ്ടുവരാനും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ 4ാം ഘട്ട പോളിംഗിൽ 11 സീറ്റുകളിൽ 9 കൈവശം വരുന്ന BJPക്ക് 4 കിട്ടിയാൽ തന്നെ അത് മഹാത്ഭുതമാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. BJP 7 ജയിച്ചതാണ്, അവിടെ 3 അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നു. സഖ്യകക്ഷികൾ മത്സരിക്കുന്ന സീറ്റുകളിൽ ജയിക്കുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. അവർക്ക് ഈ പറയുന്ന ബാക്കി 4 സീറ്റുകളിൽ BJP 7 മത്സരിച്ചു, 4 അവർ മത്സരിച്ചു. ഈ 4ലും അവർ പരാജയപ്പെടുമെന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ സഖ്യകക്ഷികളിൽ നിന്നുള്ള ഒരു നേട്ടവും BJPക്ക് ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് ഉറപ്പിക്കാവുന്ന സാഹചര്യമാണ് മഹാരാഷ്ട്രയിൽ ഉള്ളത് എന്ന് വ്യക്തമാക്കുന്നത്. അതായത് 4ാം ഘട്ടത്തിൽ BJP നഷ്ടമില്ലാതെ രക്ഷപ്പെടും എന്ന് കരുതിയിരുന്ന ഇടത്തു നിന്ന് അവർക്ക് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ നഷ്ടമുണ്ടാകാൻ പോകുന്നു. ഒരു 35ലേക്കൊക്കെ 49 എന്നുള്ളത് 35, 38 വരെ താഴാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ പോസ്റ്റ് പോൾ അനാലിസിസുകൾ നൽകുന്ന സൂചന. പ്രതീക്ഷയറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചമേകുകയാണ്